നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോശയാണ്, അഥവാ ഒരു വീറ്റ് പാൻകേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് വീറ്റ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക, ഗോതമ്പ് പൊടി. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫൈനലി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസ്കറോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാതും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലോണം സ്പീഡിൽ ഇതേപോലെ സ്റ്റിർ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ കുറേ ടൈം ഇതേപോലെ കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്തിട്ട് അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റൗ ഓണാക്കി കൊടുക്കുക. ദെൻ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പാന് യൂസ് ചെയ്യുന്നവർ എഗ്ഗ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, എഗ്ഗ്ലെസ് ആയിട്ടും ഉണ്ടാക്കാൻ കഴിയും. ഇനി നമ്മൾ ബാറ്റർ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ദെൻ റൗണ്ടിൽ ഒന്ന് കറക്കി കൊടുക്കുക. പാനിൽ നിന്ന് വിട്ടു പോരുന്ന പരുവായിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വീറ്റ് പാൻ കേക്ക് അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ വീറ്റ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 ദോശയോളം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ വേറെ എന്തെങ്കിലും കൂട്ടി കഴിച്ചാലും മതി. അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിൽ ID വഴി അറിയിക്കേണ്ടതാണ്.